القيامة الهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الإخوان أوصيكم وإياي بتقوى الله. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും അള്ളാഹു നമ്മോട് പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടും ജീവിക്കാൻ ബാധ്യസ്ഥരാണ് നാം. ആ കാര്യം സദാ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക, ജീവിതം ആ വിധത്തിൽ നിയന്ത്രിക്കാൻ പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു നമ്മയെല്ലാം സഹായിക്കുമാറാവട്ടെ. ഇന്ന് സൂറത്തുർ റൂമിലെ അവസാന ഭാഗത്ത് കാണുന്ന ഒരായത്ത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക. ആദ്യം അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബ യഖ്ലുഖു മാ യശാ വല്ലാഹു അലീമുൻ ഖദീർ. അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫിൻ, അള്ളാഹുവാണ് ഒരു ദുർബലമായ അവസ്ഥയിൽ നിങ്ങളെ സൃഷ്ടിച്ചത്. സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യ ശിശുവിന് കാര്യമായ ബലമോ ശക്തിയോ ഇല്ല. അത്തരമൊരവസ്ഥയിൽ നിങ്ങളെ സൃഷ്ടിച്ചവൻ അവനാണ്. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വതൻ, പിന്നെ ഈ ബലമില്ലാത്ത അവസ്ഥയ്ക്ക് ശേഷം അവൻ നിങ്ങൾക്ക് ബലം നൽകി, ശക്തി നൽകി. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബ, പിന്നീട് ആ ബലവാനായിരുന്ന മനുഷ്യനെ വീണ്ടും അള്ളാഹു ദുർബലനാക്കുകയും അവന് നര ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നവ അവൻ രൂപപ്പെടുത്തുന്നു, ചെയ്യുന്നു, സൃഷ്ടിക്കുന്നു. അല്ലാഹു അലീമുൻ, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനുമാകും. യാതൊന്നിനും ചെയ്യാൻ സാധിക്കാത്ത ഒരു ദുർബലമായ ഒരു അവസ്ഥയിൽ മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു. പിന്നീട് ആ അവസ്ഥ മാറിയിട്ട് അവന് ബലം നൽകുകയും ബലവാനായി തീരുകയും ചെയ്യുന്നു. കുറെ കാലം കഴിഞ്ഞ് അവൻ്റെ ബലം നഷ്ടപ്പെടുകയും അവൻ വീണ്ടും ദുർബലനും നിരബാധിച്ചവനുമായി മാറുകയും ചെയ്യുന്നു. ഈ വിധത്തിൽ ചെയ്യാൻ മാത്രം അറിവുള്ളവനും കഴിവുള്ളവനുമാണ് നിങ്ങളുടെ നാഥൻ. ഇതാണ് ഈ ആയത്ത്. സൂറത്തുർ റൂമിലെ 54-ാമത്തെ ആയത്താണ്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ അങ്ങനെ കേട്ടാൽ തന്നെ അതിൻ്റെ ആശയമൊക്കെ ഒരു വിശദീകരണം കൂടാതെ മനസ്സിലാകുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിൻ്റെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആ പ്രയാണം, ആ ഒഴുക്കാണ് ഈ പറയുന്നത്. നമ്മൾ ആ ഒരു കാലം കഴിഞ്ഞു വന്നവരാണ്. ദുർബലമായ ഒരു സാഹചര്യം, ഒന്നും ചെയ്യാൻ കഴിയാത്ത, എല്ലാറ്റിനും ഉമ്മയെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു കാലം. അത് കഴിഞ്ഞ് പതുക്കെ 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 ശക്തി വെച്ചിട്ട് നമ്മുടെ യുവത്വത്തിൻ്റെ കാലഘട്ടമായ സമയത്ത് നമുക്ക് എല്ലാറ്റിനും ഊക്കും ഊർജ്ജസ്വലതയും ശക്തിയും ബലവും ഉണ്ടായിരുന്നു. ആ യുവത്വം നമ്മളോട് യാത്ര പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഈ ബലമെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികയും വാർദ്ധക്യത്തിൽ എത്രത്തോളം എത്തിയോ അത്രത്തോളം നമ്മളെ ശക്തി ക്ഷയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് നിത്യം നാം കാണുന്ന എൻ്റെയും നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ചിത്രം. രസകരമാണ് ഖുർആൻ പഠിക്കാൻ, ഖുർആനിലെ ആയത്തുകളുടെ കൂടെ പോവാൻ. വെറുതെ ഒരു പാരായണത്തിൻ്റെ വിധത്തിൽ അതിങ്ങനെ ഓതി വരികയും ഒരു ചടങ്ങ് പോലെ അതിൻ്റെ മലയാളം വായിക്കുകയും ചെയ്യുകയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ആയത്തിൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് നിൽക്കുക. എന്താണ് റബ്ബി പറയുന്നത് എന്നിങ്ങനെ നോക്കിയാൽ വളരെ രസകരമാണ്, വളരെ ഈ ഉൾക്കനമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ ഒരു വിഷയത്തിൽ അള്ളാഹു ചൂണ്ടിക്കാണിച്ച ഈ ബലമുള്ള അവസ്ഥ എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലെ യുവത്വ കാലഘട്ടമായതുകൊണ്ട് യുവത്വത്തെ പറ്റിയും യുവാക്കളെ പറ്റിയും പറഞ്ഞ ചില വിഷയങ്ങളൊന്ന് ശ്രദ്ധയപ്പെടുത്തുകയാണ്. യുവത്വം കഴിഞ്ഞവർ, എന്നെ പോലുള്ളവർ, ഈ വിഷയം ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കേണ്ടതില്ല. നമുക്കും അവിടെ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താണ് ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് കുറേ ആയി തോന്നുന്നു ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട്. എപ്പോഴും പ്രേരിപ്പിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിന് നൽകിയിരിക്കുന്ന പ്രാധാന്യമോ ഖുർആൻ നൽകിയിരിക്കുന്ന പ്രാധാന്യമോ
ജീവിതത്തിലെ ആവശ്യകതയുമാണ് പലപ്പോഴും വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കാറ്. ആ വിധത്തിൽ പറയുമ്പോൾ ഖുർആൻ ഈ വിഷയത്തിന്, ഈ മനുഷ്യ ജീവിതത്തിൻ്റെ യുവത്വത്തിനും ആ യുവത്വത്തിൻ്റെ ക്രയശേഷിക്കും വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വളരെയേറെ സംസാരിച്ച കൂട്ടത്തിൽ ഖുർആൻ പറഞ്ഞു, ഒരു സാഹസികമായൊരു പ്രവർത്തനം അദ്ദേഹം ചെയ്തിരുന്നു. ഒരു പ്രദേശത്തെ ആളുകൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ തല്ലിപ്പൊട്ടിച്ചിട്ട് ശാന്തമായി പോയി വിശ്രമിച്ച ഒരവസ്ഥ. അത് വല്ലാത്തൊരു മനസ്സാണത്. അത് കഴിഞ്ഞാൽ രാജാവും പരിവാരങ്ങളും കൂടി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നൊരവസരമുണ്ട്. അത് പറയുന്നതിനിടയ്ക്ക് അള്ളാഹു പറഞ്ഞു, ആ നാട്ടുകാർ ഉത്സവം കഴിഞ്ഞ് തിരിച്ചു വന്ന് അമ്പലത്തിലെ വിഗ്രഹം ഒട്ടിക്കിടക്കുകയും ഒരു വിഗ്രഹം മാത്രം കഴുത്തിൽ മഴുവുമായി തൂങ്ങി നിൽക്കുകയും ചെയ്തപ്പോഴേ കാലുമൻ ഫാലഹാദ ബ്യാലിഹത്തിന, ഇതാരാണ് ഈ കടുങ്കൈ നമ്മുടെ ദേവന്മാരോട് ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴേ അവരിൽ നിന്നുള്ളൊരു പ്രതികരണം പറയുന്നുണ്ട്. സെമീന ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന് വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാല്യക്കാരൻ, ഒരു യുവാവ് ഇവയെ പറ്റിയൊക്കെ ഇവിടെ വെച്ച് സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതാണ് ആ പ്രതികരണം. സെമീന ഫതൻ യദ്കുറുഹും, ഇവയെക്കുറിച്ച്, ഈ വിഗ്രഹങ്ങളെ വിഷയത്തെ പറ്റിയൊക്കെ നാട്ടുകാരോട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ഇവിടെ, ഒരു യുവാവുണ്ട് ഇവിടെ. അവനായിരിക്കാനാണ് സാധ്യത. ഇതിനെയൊക്കെ എതിർക്കുന്ന ഒരുത്തൻ ഇവിടെയുണ്ട്. അവൻ്റെ പ്രായം വളരെ ചെറുപ്പമാണ്, യുവാവാണവൻ. ഒരു യുവാവ്, ഇബ്രാഹിം എന്നൊരു യുവാവായിരിക്കുന്ന. അങ്ങനെയാണ് വിചാരണ ചെയ്യുമ്പോൾ വളരെ കായും കാലും വിറക്കാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രതികരണം ഉണ്ടായത്. മിക്കവാറും അത് ആ വലിയവനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അവനോട് ചോദിച്ചു നോക്കും. ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയും അദ്ദേഹത്തിൻ്റെ സൈന്യവും ജനങ്ങളും കൂടി ഒരു ഭാഗത്ത് നിൽക്കുകയും താൻ തനിച്ച്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ അന്ന് എത്ര സഹാബികളുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഈ വിചാരണ ഇത് ഏതായിരുന്നാലും അദ്ദേഹം തനിച്ചാണ്. അത് നിൽക്കുകയും ചെയ്യുന്ന ആ പ്രായത്തിൽ, ഒരു നല്ല ചോരത്തിളപ്പുള്ള ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രായത്തിലായിരുന്നു അത് എന്ന് ഖുർആൻ തരുന്നത്. നമ്മൾ അന്വേഷിക്കുന്നത് എന്താണെന്നറിയോ? ഇബ്രാഹിം എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പോരായിരുന്നു. അള്ളാഹുവിന് ഉപയോഗിച്ച വിശദീകരണ രീതി സെമീന ഫതൻ യദ്കുറുഹും, ഈ വിഗ്രഹങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന, ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലുണ്ട്. അവൻ ഇബ്രാഹിം എന്ന ആളുകൾ വിളിക്കാറ്. അവൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്. ഒരു ചെറുപ്പക്കാരനായിരുന്നു. നമ്മളറിയണമെന്ന് അള്ളാഹുവിന് നിർബന്ധമുള്ളത് കൊണ്ടല്ലേ അള്ളാഹു ആ കാര്യം പറഞ്ഞു തന്നത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം പറഞ്ഞു ഖുർആൻ. ഫറോവയുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. ഇസ്രായേലർ മർദ്ദിക്കപ്പെടുന്ന അവസരത്തിൽ രക്ഷകനായിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാം വരുന്നത്. എന്നിട്ട് പോലും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വംശമായ ഇസ്രായേലിൽ നിന്ന് അധിക പേരും മൂസാ നബിയിൽ വിശ്വസിച്ചില്ല, ഫറോവയെ പേടിച്ചിട്ട്. ആ അവസ്ഥ ആലോചിക്കണം. ഫറോവ ഇസ്രായേലിനെ ക്രൂരമായി മർദ്ദിക്കുകയും ആൺകുട്ടികളെ കൊല്ലുകയും ചെയ്യുന്ന അവസരത്തിൽ ഒരു രക്ഷകനായിട്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാം വരുന്നത്. എന്നിട്ട് പോലും ഇസ്രായേലിൽ വിശ്വസിച്ചില്ല. ഫമാ ആമന ലഹു മിൻ ഖൗമി ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമി ഫമാ ആമന ലി മൂസ ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമി അലാ ഖൗഫി മിൻ ഫിറൗന അലൈഹി അയഫ്തിറഹു. ഫറോവയും ഫറോവയുടെ ആളുകളും തങ്ങളെ ദ്രോഹിച്ചു കളയുമോ എന്ന ഭയം നിലനിൽക്കെ തന്നെ ഫമാ ആമനലി മൂസാ നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ചില്ല. ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയിലെ ഏതാനും ചെറുപ്പക്കാരല്ലാതെ. ദുർരിയത്ത് എന്ന അറബി വാക്ക് അറബി ഭാഷയിൽ വിവിധ അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഒരു അർത്ഥമാണ് ചെറുപ്പക്കാർ, യുവാക്കൾ. അപ്പൊ എന്ത് വന്നാലും നേരിടാമെന്ന് പറഞ്ഞുകൊണ്ട് ഫറോവ എന്ത് ചെയ്താലും അതൊന്നും ഞങ്ങൾക്ക് നിസ്സാരമാണെന്ന് മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാമിനെ വിശ്വസിക്കാൻ കൂട്ടാക്കിയത്, തയ്യാറായത് അദ്ദേഹത്തിന്റെ കൂട്ടത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു എന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നു. നേരിട്ടേക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് സാഹസികമായി അതിന് തയ്യാറായത്. ഇനി വെള്ളിയാഴ്ച നമ്മളോട് ഓതാൻ പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. വിശദീകരണം ആവശ്യമുണ്ടാവും. ആ സൂറത്ത് ഓതണമെന്ന് പറയുന്ന പ്രവാചകനിൽ നിന്ന് പറഞ്ഞു എന്ന് പറയുന്നത് റിപ്പോർട്ടുകൾ വിശ്വാസയോഗ്യമായി വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് സൂറത്തുൽ കഹ്ഫ് ഓതണം എന്ന് പറയുന്ന വചനങ്ങൾ ആയിട്ടുള്ള വാക്കുകൾ, ഹദീസിന്റെ ശാസ്ത്രപ്രകാരം സ്വീകാര്യോഗ്യമായവയല്ല. എന്നാൽ സഹാബികൾ അങ്ങനെ പറയുന്ന വാക്കുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട് താൻ. സഹാബികൾ പറയാണ് വെള്ളിയാഴ്ച ഈ സൂറത്ത് ഓതേണ്ടതുണ്ട്. അപ്പൊ ഇത് ശരിക്കും സഹാബി പറയുന്ന വാക്കിന് ഹദീസ് എന്ന് പറയില്ല. പക്ഷെ നമ്മളിത് ഹദീസായി കണക്കാക്കാൻ കാരണം ഈ തരം വിഷയങ്ങൾ സഹാബികൾ തനിച്ച് സംസാരിക്കില്ല എന്നതാണ്. ഒരു സഹാബി ഒരു ദിവസം പ്രത്യേകമായി നിങ്ങൾ ഇന്ന സൂറത്ത് ഓതണം എന്നൊക്കെ പറയുമ്പോൾ അത് സ്ഥിരപ്പെട്ടു വന്നാൽ അതിന് കൊടുക്കുന്ന നിലവാരം അത് നബി പറഞ്ഞതുപോലെ നമ്മൾ പരിഗണിക്കണം. കാരണം നബി പറഞ്ഞു എന്നില്ലെങ്കിൽ പോലും എന്നാണ്. അതുകൊണ്ടാണ് അൽ കഹ്ഫ് സൂറത്ത് വെള്ളിയാഴ്ച ഓതൽ സുന്നത്താന്ന് പറയാൻ കാരണം. സമയം കഴിഞ്ഞില്ല, ജുമാന്റെ മുമ്പോടിന് വേണമെന്നില്ല, ഇനിയും സമയമുണ്ട്, ഓതേണ്ടതാണ്.
അതിൽ കുറേ വിഷയങ്ങളുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണല്ലോ പ്രത്യേകം പറയാറ്. അവിടെ ഒരു ഗുഹാവാസികളെ പറ്റി ഒരു സംഭവം പറയുമ്പോൾ പറഞ്ഞു, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബില്ലാഹ്, അവരെ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇന്നഹും ഫിതിയത്തുൻ ആമനൂ ബി റബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു അവർ. ആ നാട്ടിലെ രാജാവ് ആ നാട്ടിലെ ആളുകളെ തൗഹീദിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി നിർബന്ധിച്ചപ്പോഴേ സ്വന്തം വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അഭയം തേടിയത് അവർ ഗുഹയിൽ. നമുക്ക് രാജാവിന് പിടുത്തം കൊടുക്കേണ്ട, അയാൾ പിടിച്ചാൽ നമ്മുടെ ദീനിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കും. നമുക്കാണെങ്കിൽ അവരോട് നേരിടാൻ മാത്രമുള്ള കോപ്പുമില്ല, അത്ര അംഗബലവുമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈമാൻ രക്ഷിക്കണം, നമ്മുടെ തൗഹീദ് രക്ഷിക്കണം. അതിനെന്താ വഴി? നമ്മൾ എവിടെയെങ്കിലും പോയി ഒളിച്ച് ജീവിക്കുക, കഴിയുന്നിടത്തോളം കാലം അള്ളാഹിനെ ആരാധിച്ച് ജീവിക്കാലോ, രാജാവിന് പിടുത്തം കൊടുക്കാതെ. ആ തീരുമാനം എന്നോ നടന്നൊരു തീരുമാനമാണ്. പക്ഷെ പടച്ചവൻ ആ ചെറുപ്പക്കാരെ തീരുമാനം വലിയ ഇഷ്ടമായി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അനശ്വരമാക്കി ഖുർആനിലൂടെ ചൊല്ലി പറഞ്ഞിട്ട്, എന്നിട്ട് നമുക്കൊരാവേശമാവാൻ പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളിത് പാരായണം ചെയ്യണം, മറക്കരുത്. അതിൽ അത്ര വലിയ ആവേശമുണ്ട്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു തീരുമാനമായിരുന്നു അത്. അവരാ തീരുമാനമെടുത്ത് എന്നിലേക്ക് വന്നപ്പോൾ അവർക്ക് വേണ്ട സംരക്ഷണം ഞാനും നൽകി. അവരെ ഉറങ്ങട്ടെ എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. വിഷമിക്കണ്ട, കാലം മാറി 300 വർഷം അല്ലെങ്കിൽ 300 ചില്ലാനും വർഷം അവസാനിച്ച് ആ നാട്ടിലെ ഭരണാധികാരിയൊക്കെ മാറിയിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പഠിപ്പിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു ഭരണാധികാരി വന്ന കാലത്ത് അവരെ ഞാൻ ഉണർത്തുകയും ജനങ്ങൾക്കൊരു ഒരു ദൃഷ്ടാന്തമാക്കി തീർക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ആളുകൾ അസ്ഹാബുൽ കഹ്ഫ് ആരായിരുന്നു എന്ന് നൽകുന്ന മറുപടി ഒരു കൂട്ടം വൃദ്ധർ എന്നല്ല, ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നായിരുന്നു. ഖുർആൻ ഇത് പറഞ്ഞു, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. നിങ്ങൾക്ക് ആലോചിക്കാൻ മാത്രമുള്ള വയസ്സ് ഞാൻ നൽകിയിട്ടില്ലായിരുന്നു. അള്ളാഹ് പരലോകത്ത് വെച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളിപ്പോൾ ഈ പ്രായത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കൂടെ ജനിച്ച പലരും യാത്ര പോയി കഴിഞ്ഞു. പലർക്കും യുവത്വത്തിന്റെ കാലമൊന്നും ആസ്വദിക്കാനുള്ള ഭാഗ്യം കിട്ടാറില്ല. അത് അള്ളാന്റെ തീരുമാനമാണ്. അള്ളാന്റെ നീതി അനുസരിച്ച് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. പക്ഷെ കിട്ടാറ്. അപ്പോൾ ഒരു ദിവസം അധികം ആയുസ് ലഭിച്ചാൽ അത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹമായി കണക്കാക്കുകയും താക്കീത് നൽകുന്ന ആളുകൾ അമ്പിയാക്കന്മാരോ അലൈഹിമുസ്സലാത്തു വസ്സലാം, അല്ലെങ്കിൽ അവരെ പാഠങ്ങൾ പറഞ്ഞു തരുന്ന ആരും ആവട്ടെ, ക്ലാസ് എടുക്കുന്നവരാവാം, ഭാര്യയാവാം, ഉപ്പയാവാം, കൂട്ടുകാരനാവാം, ഇങ്ങനല്ലേ പടച്ചോന്റെ കൽപ്പന എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ അരികത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും സംഭവിക്കുക എന്നത് അള്ളാന്റെ ഒരു നിയമത്തായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ആലോചിക്കേണ്ട ഒരു വിഷയം, ഈ യുവത്വം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ഇന്ന് കഴിഞ്ഞു. ഏത് പ്രായമാണ് ഇപ്പൊ യുവാവായിട്ട് കണക്കാക്കുക? അതൊന്നും ഇപ്പൊ ആയത്തിലും ഹദീസിലൊന്നും അങ്ങനെ ഇത്ര വയസ്സെന്ന് കൃത്യമായി പറയില്ല. ഇത്ര മുതൽ ഇത്ര വരെയാണ് കുട്ടിക്കാലം, ഇത്ര മുതൽ ഇത്ര വരെ യുവത്വം എന്നൊക്കെ വിവിധ അഭിപ്രായങ്ങൾ കാണും പണ്ഡിതന്മാർക്കിടയിൽ. 30 വയസ്സ് വരെയാണ്, 40 വയസ്സ് വരെയാണ് എന്നെല്ലാം കൂടി പറഞ്ഞു. പക്ഷെ ഒരു 40 വയസ്സ് വരെ യുവത്വമായി കണക്കാക്കാം എന്നതാണ് ഒരാശ്വാസം ഉണ്ടല്ലേ. പിന്നെ ദീനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനെന്താ രേഖ എന്ന് ചോദിച്ചാൽ, സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 തരം കുട്ടികളെ പറ്റി പറയുന്നുണ്ട്. നല്ലൊരു മകനും ഒരു കുരുത്തം കെട്ട മകനെയും പറ്റി. ഈ നല്ല മകനെ പറ്റി പറയുന്നിടത്ത് ഉപയോഗിച്ച വാചകം എന്താ പറയുക? ഹത്താ ഇദാ ബലഗ അശുദ്ധവും, അങ്ങനെ അവന്റെ പക്വത എത്തിയപ്പോൾ, വ ബലഗ 40 സന, അവന് 40 വയസ്സ് പൂർത്തിയായപ്പോൾ കാല, അവൻ പ്രാർത്ഥിച്ചു, റബ്ബി ഔസിഅനി, എനിക്ക് നീ വിധി നൽകണം, അൻ അഷ്കുറ നിഅമതകല്ലത്തി അൻഅംത അലയ്യ വഅലാ വാലിദിയ്യ വഅൻ അമല സാലിഹൻ തർള. എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനാവാനും കൂടുതൽ നന്മകൾ ചെയ്യാനും എനിക്ക് നീ തൗഫീഖ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു നല്ല ചെറുപ്പക്കാരനെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറയുന്നുണ്ട്. ചെറുപ്പക്കാരൻ എന്ന് വെച്ചാൽ നല്ലൊരാളെ പറ്റി. അപ്പൊ ആ ഉദ്ദേശിക്കുന്നത് 40 വയസ്സ് വരെ ഉമ്മാക്കും മാപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്നല്ല. 40 വയസ്സൊക്കെ എത്തിയപ്പോഴേക്ക് ഇവന് ശരിക്കും പക്വതയിലും പാകതയിലും എത്തിയിട്ട് ഉപ്പാന്റെ വില എന്താണ്, ഉമ്മാന്റെ വില എന്താണ്, ഉപ്പയും ഉമ്മയും എനിക്ക് ചെയ്തു തന്ന സുഖങ്ങൾ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ഞാനും ഒരു പിതാവോ മാതാവോ ഒക്കെ ആണല്ലോ, എനിക്കും ഇതുപോലത്തെ വിധി ഉണ്ടാവണമല്ലോ, എനിക്കും കൂടുതൽ നന്മകൾ ചെയ്യണമല്ലോ എന്നൊക്കെ കണക്കാക്കിയിട്ട്, ഇലാഹി എനിക്ക് നീ ചെയ്തു തന്ന ഗുണങ്ങൾക്കും എൻ്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്തു കൊടുത്ത ഗുണങ്ങൾക്കും നന്ദിയുള്ളവനാവാൻ. ആ പ്രയോഗം ശ്രദ്ധിച്ചോ നിങ്ങൾ? എനിക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് മാത്രമല്ല, എൻ്റെ ഉമ്മാക്കും ബാപ്പാക്കും. ഒരു വല്ലാത്തൊരു പ്രയോഗമാണ് അള്ളാൻ്റെത്. നമ്മുടെ ബാപ്പാക്കും ഉമ്മാക്കും ആരോഗ്യമില്ലെങ്കിൽ നമ്മളൊക്കെ ആരോഗ്യമില്ലാത്തവരാവും. നമ്മുടെ ബാപ്പാക്കും ഉമ്മാക്കും സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ തിന്നാൻ കിട്ടാതെ കഷ്ടപ്പെടുന്നവരാവും. നമ്മുടെ ബാപ്പാക്കും ഉമ്മാക്കും ആയുസ് നീണ്ടു കിട്ടിയില്ലെങ്കിൽ യതീമിൻ്റെ വിധിയാണ് നമുക്കുണ്ടാകാം. ബാക്കി നിങ്ങൾ ആലോചിച്ചു. അപ്പൊ മാതാവിനും പിതാവിനും അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന്റെ ഫലം മുഴുവൻ അനുഭവിച്ചവർ സത്യത്തിൽ നമ്മളാ. അതുകൊണ്ടാണ് അള്ളാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, റഹ്മാനായ റബ്ബെ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് തീർക്കണം, അതിനെനിക്ക് അവസരം നൽകണമേ എന്നാണ്. അപ്പം നമ്മൾ
നമുക്ക് കിട്ടിയ നിയമത്തുകൾക്ക് മാത്രം നന്ദിയുള്ളവരായാൽ പോരാ, നമ്മുടെ മാതാപിതാക്കൾക്ക് ലഭിച്ച സുഖങ്ങൾക്ക് വരെ നന്ദി കാണിക്കേണ്ടവരാണെന്ന ഇത് അടുത്ത തലമുറ ചെയ്യണം. അവർ അവരുടെ മാതാപിതാക്കളായ നമുക്ക് വേണ്ടിയും ചെയ്തു അങ്ങനെ നീങ്ങിപ്പോണെന്നാണ് പറഞ്ഞത്. ഇവിടെ വിഷയം, അവിടെ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗം 40 വയസ്സ് എന്നതായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം 40 വയസ്സ് വരെയുള്ള പ്രായത്തെ പക്വതയുടെ, പൂർണ്ണമായ പക്വതയുടെ പ്രായം എന്ന അർത്ഥത്തിൽ 40 വയസ്സ് വരെ യുവത്വമായി കണക്കാക്കാം. അപ്പൊ ഖുർആൻ അമ്പിയാക്കന്മാർ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാവരുടെയും എല്ലാ സമത്തെയും പ്രായമൊന്നും പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും വളരെ കണിശമായ ചില സംഗതികൾ പറയുമ്പോൾ ആ ആളുകളുടെ യുവത്വത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങളിലേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറേ ഹദീസുകളുണ്ട്. ഞാനെന്താ ചെയ്യുക, വേറെ ഒരു ഹദീസ് കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാനിത് ആവർത്തിച്ചിട്ട് മുഷിപ്പാവരുതല്ലോ. എന്ത് മുഷിപ്പ്, പ്രവാചകന്റെ വചനങ്ങളല്ലേ. നാളെ മാശറയിൽ അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞ് രണ്ടാമതെണ്ണിയത് ഷാബുൻ നശഫി ഇബാദത്തില്ല, അള്ളാഹുവിനെ ആരാധിക്കുന്ന ശീലമുള്ള ചെറുപ്പക്കാരൻ. ഒരാൾ നാളെ മാശറയിൽ മരിച്ച് അവിടെ ഹാജരാകുന്നു. അയാളുടെ കുട്ടിക്കാലത്ത് അയാളുടെ ശീലം കുരുത്തം കെട്ടി ജീവിച്ചവനല്ല. അയാളുടെ നല്ല ചോര തിളക്കുന്ന ചെറുപ്രായത്തിൽ അള്ളാഹനെ മാത്രം ആരാധിക്കുന്നതിൽ നിഷ്കർഷ കാണിച്ച് ജീവിച്ചു വന്നു. അങ്ങനെ അയാൾ മരിച്ചുപോയി. വാർദ്ധക്യത്തിലോ യുവത്വത്തിലോ എപ്പോഴോ മരിച്ചുപോയെങ്കിൽ അങ്ങനെ യുവത്വത്തെ ശരിപ്പെടുത്തിയ മനുഷ്യന് അർശിന്റെ തണലുണ്ട് എന്ന്, അതൊരു വല്ലാത്ത വാക്കാ. വാർദ്ധക്യത്തെ നന്നാക്കിയവൻ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ടില്ല. വാർദ്ധക്യമാവുമ്പോഴെങ്കിലും ഒരു മനുഷ്യന് പശ്ചാത്താപം വന്നുകൂടാ എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരാളെ സംബന്ധിച്ച് സമാധാനിക്കാനൊരു വഴിയുണ്ട്. എന്താണെന്നറിയോ, എൻ്റെ യുവത്വം ഞാൻ സൂക്ഷ്മതയോടുകൂടിയാണ് കൈകാര്യം ചെയ്തത് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് വളരെ വലിയൊരു ഓഫറാണ്, പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല. ഒരാളുടെ കാലും ഖബർ മഹ്ശറിൽ നിന്ന് നീക്കാൻ കഴിയില്ല. ചോദിക്കപ്പെടും അൻ ഉംരിഹി ഫീമാ അഫ്നാഹു, ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു. മഹ്ശറിലെ വിചാരണയാണത്. വൻ ഇൽമിഹി ഫീമാ അമില ബി, അറിവ് കൊണ്ട് എന്ത് ചെയ്തു. അത് മതപരമായ അറിവിനൊന്നും ലിമിറ്റ് ചെയ്യേണ്ടയില്ല. അള്ളാഹു തന്ന അറിവുകൾ കൊണ്ട് എന്ത് ചെയ്തു. വൻ മാലിഹി, ധനത്തെ പരിശോധിക്കും. മിന്നൈനക്തസബ ഫീമാ അൻഫഖ, എവിടുന്ന് ലഭിച്ചു, എന്തിനു വേണ്ടി ചെലവഴിച്ചു. വൻ ജസദിഹി ഫീമാ അബ്ല, തടിയെ പറ്റി ചോദിക്കും, എന്തിനു വേണ്ടിയാണ് അത് നശിപ്പിച്ചത് എന്ന്. ഇതാണ് മഹ്ശറിലെ വിചാരണ. ആയുസ് മുഴുവൻ ചോദിക്കും, എന്തിനു വേണ്ടിയായിരുന്നു ആയുസ് ചെലവഴിച്ചതെന്ന്. നാഥ, നിനക്ക് വേണ്ടി നീ പറഞ്ഞ പോലെ എന്ന് പറയാൻ സാധിച്ചാൽ രക്ഷയാണ്. അള്ളാഹു നൽകുന്ന വിജ്ഞാനം, ഈ വിജ്ഞാനങ്ങളെ മതവിജ്ഞാനങ്ങൾ, മതമല്ലാത്ത വിജ്ഞാനങ്ങൾ എന്നൊക്കെ ഭാഗിക്കുന്ന ഒരു തീരുമാനമൊന്നും പണ്ട് കാലത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ അങ്ങനെ വിഭജിച്ചിട്ടില്ല, പിൽക്കാലത്തും ഇല്ല. അത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഭൗതിക വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന ദുനിയാവിലെ പലതരം അറിവുകൾ അള്ളാഹു നമുക്കൊക്കെ നൽകിയിട്ടുണ്ട്. ആ അറിവുകൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, അതെന്ത് പ്രയോജനപ്രദമാക്കി, ആർക്കതുകൊണ്ട് ഉപകാരം ലഭിച്ചു, അത് എത്ര പേർക്ക് പകർന്നു കൊടുത്തു തുടങ്ങിയ കാര്യങ്ങൾ. ഓരോ റിയാലും ഓരോ ഉറുപ്പികൾക്കും മറുപടി പറയണം. എവിടുന്നാണത് ലഭിച്ചത്? 2 ചോദ്യങ്ങളാണ്. എവിടുന്നാണത് ലഭിച്ചത്, എന്തിനാണത് ചെലവഴിച്ചത്. പിന്നെ തൻ്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ പറ്റി പറയും. എവിടെയായിരുന്നു ഈ ആരോഗ്യവുമായി പോയി നിന്നിരുന്നത്? സംസാരിക്കാനുള്ള ശേഷി, കായിക ശേഷി, പ്രയത്നിക്കാനുള്ള ശേഷി എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിക്കപ്പെടും എന്ന് പറഞ്ഞു ഒരിക്കൽ. അപ്പൊ അതിൽ യുവത്വമുണ്ടെന്ന് ഉറപ്പാണല്ലോ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, എഴുത്തനിയു ഖംസൻ ഖബല ഖംസിൻ, 5 സംഭവങ്ങൾ വരും മുമ്പേ 5 എണ്ണം ചെയ്യാൻ നോക്കിക്കോ. എന്താണത്? സിഹ്ഹതക ഖബല സഖ്ബിൻ ഖബല മറദിൻ ഹയാതക ഖബല മൗതിക, ജീവിതം ഉപയോഗപ്പെടുത്തുക മരണം വരുന്നതിന് മുമ്പ്, ആരോഗ്യം ഉപയോഗപ്പെടുത്തുക മരണം വരുന്നതിന് മുമ്പ്, ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തുക തിരക്ക് വരുന്നതിന് മുമ്പ്, യുവത്വം ഉപയോഗപ്പെടുത്തുക വയസ്സാകുന്നതിന് മുമ്പ്, പണം ഐശ്വര്യം ഉപയോഗപ്പെടുത്തുക ദാരിദ്ര്യം വരുന്നതിന് മുമ്പ്. ശരിക്കും ഇതൊക്കെ അവനാൻ്റെ റൂമിന്റെ മേലെ എഴുതി വെക്കേണ്ട വാക്കുകളാണ്. കൽബിൽ എഴുതി വെച്ചാൽ പോരാന്ന അർത്ഥത്തിലല്ല ഈ പറയുന്നത്. മരണത്തിന് മുമ്പേ ഈ ജീവിതം പ്രയോജനപ്രദമാക്കി മാറ്റുക. അനാരോഗ്യം, രോഗിയായി കിടക്കുന്നതിന് മുമ്പേ ആരോഗ്യമുള്ള അവസ്ഥയെ ഉപയോഗപ്പെടുത്തുക. പിന്നെ ജോലി തിരക്കുകൾ വരും, അതിനു മുമ്പേ ഒഴിവുള്ള സമയം. എപ്പോഴാണ് തിരക്ക് പിടിക്കാന്ന് പറയാൻ കഴിയുക മനുഷ്യ ജീവിതത്തിൽ? വല്ലാത്തൊരു വാക്കാണ്. ഒന്നിനും നേരമില്ല, തിന്നാനും ഒടിക്കാനും ഒന്നിനും നേരമില്ല, അതൊരു തിരക്കോട് തിരക്ക്. ഇങ്ങനെ അങ്ങോട്ട് വന്ന് കുടുങ്ങും മനുഷ്യൻ. കുറെ ഒഴിവ് സമയം കിട്ടും, അത് ഉപയോഗപ്പെടുത്ത്. നാളെ വരുന്നത് തിരക്ക് പിടിച്ച ദിവസങ്ങളായിരിക്കും. വാർദ്ധക്യം നാം അറിയാതെ വരും, ചുളിവ് വരും, ശേഷിക്കുറവ് വരും, ഓർമ്മയുടെ തെറ്റുകൾ വരും,
പിന്നെ നിര വരും, ഒക്കെ വരും. അതുകൊണ്ട് വേഗം യുവത്വം ഉപയോഗപ്പെടുത്തുക. ഉള്ള ഐശ്വര്യം മേലോട്ട് വരാനാ കൊതിക്കുന്നത്, പക്ഷെ നേരെ തിരിച്ചായിരിക്കും ചിലപ്പോൾ നഷ്ടമാവും. അതുകൊണ്ട് ഇപ്പോഴേ തയ്യാറായിക്കോളൂ എന്നൊക്കെ കൂടി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ കുറെ ചെറുപ്പക്കാർ പ്രവാചക സന്നിധിയിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ കാശൊന്നുമില്ല, അങ്ങനെ പൈസ ഒന്നും ഉള്ളവരല്ല ഞങ്ങൾ. അന്നൊരിക്കൽ പ്രവാചകൻ ഞങ്ങൾ എഴുതി പറഞ്ഞു, യാ മാശറ ശബാബ്, അല്ല എൻ്റെ യുവ സമൂഹമേ. അതൊരു വലിയ മീറ്റിംഗ് ഒന്നുമില്ല, കുറെ ചെറുപ്പക്കാർ സഹാബികൾ ഇരിക്കുന്നിടത്ത് വന്നിട്ട് പറഞ്ഞേ, മനിസ്തതാമിൻകുമുൽ ബാഅ ഫൽയതസവ്വജ്, തൻ്റെ ഭാര്യയെ പോറ്റാനാവുന്നവർ കല്യാണം കഴിക്കണം കേട്ടോ. എങ്ങോട്ടാ കാത്തിരിക്കുന്നത്? നിങ്ങളെന്താ കല്യാണം കഴിക്കാത്തത് ഇനിയും എന്ന് പറഞ്ഞു ഞങ്ങളോട്. അതാണ് നിങ്ങളുടെ പിന്നെ ലൈംഗിക ചാരിത്രം സൂക്ഷിക്കാനും നിങ്ങളെ കണ്ണുകളെ ഒതുക്കാനും ഒക്കെ നല്ലത് അതാണ്. ഇനി ജീവിതത്തിന്റെ ഏതെങ്കിലും ചുറ്റുപാടുകൾ കൊണ്ട് നീണ്ടു പോകുന്നുവെങ്കിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാൻ മറക്കരുത്. നോമ്പ് അതിനുള്ളൊരു നല്ല പരിഹാരമാണ്, നിങ്ങൾക്ക് സൂക്ഷ്മമായ ജീവിതത്തിന് സാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് കിട്ടുന്ന എന്താന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പ്രായക്കാരെയും അഭിസംബോധന ചെയ്താൽ സംസാരിക്കാറ്. പക്ഷെ ചിലപ്പോൾ കുട്ടികളോട് മാത്രം, ചിലപ്പോൾ സ്ത്രീകളോട് മാത്രം, ചിലപ്പോഴിങ്ങനെ ധനികരോട് മാത്രം എന്നൊക്കെ പറയും പോലെ യുവത്വത്തോടും യുവാക്കളോടും മാത്രമായി സംസാരിച്ച സമയങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് നബിയിലേക്ക് തിരിച്ചു പോയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കഴിയുന്നത് പ്രവാചകൻ ഈ യുവത്വത്തെ ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാം. ഈ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, അത് എനിക്കൊരു കാര്യം കൂടി അവിടെ പറയാണ്ട്. ശരിക്കും ദീനിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും ദീനി പ്രവർത്തനത്തിന് ഒരുങ്ങുന്ന ഒരാളും ശരിക്കും പഠിക്കേണ്ടത് പ്രവാചക ചരിത്രമാണ്. കാരണം അതിൽ ഓരോ ഭാഗവും ഓരോ ഘട്ടങ്ങളാണ്. മുസ്ലിങ്ങൾ അനുഭവിച്ചേക്കാൻ ഇടയുള്ള ഓരോ സന്ദർഭവും പ്രവാചകന്റെ 23 കൊല്ലത്തിലടക്കം ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. വളരെ ചുരുങ്ങിയ എണ്ണം മാത്രം ഉണ്ടാവുക മുസ്ലിങ്ങൾ. ശത്രുക്കളാണെങ്കിൽ പുറത്തു പറങ്ങാൻ പറ്റാത്ത വിധം ക്രൂരമായ മർദ്ദനങ്ങൾക്ക് കാത്തിരിക്കാം. അത്തരം ഒരു സമയത്ത് പ്രവാചകൻ പഠിപ്പിച്ച രീതി പരസ്യമായ പ്രബോധനം അമിതമാക്കുന്നതിന് പെരുപ്പിക്കുന്നതിന് പകരം ഉള്ള ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ഭയങ്കര രസമാണ്. നമ്മളെന്താ ചെയ്യല്? ഒരാൾക്ക് ദീനിന്റെ നന്മയുടെ വെളിച്ചം ഒരു 5-10 പേർക്ക് കിട്ടിയാൽ അവരെ പിന്നെ ശ്രദ്ധിക്കാതെ ഓല പാട്ടിന് വിടും നമ്മൾ. എന്നിട്ട് നമ്മൾ വേറെ ആളെ പിന്നാലെ പോകും. അങ്ങനെ പലപ്പോഴും ഉണ്ടാവാറ്. ഞാൻ നമ്മുടെ കേരളത്തിലെ ഗ്രാമങ്ങളാണ് പറയുന്നത്. അങ്ങനെയല്ല, ഏതാനും പേർക്ക് ദീനിനോടൊരു താല്പര്യമോ, കുറച്ച് പേര് മുസ്ലിമായി തന്നെ വിചാരിക്കുക, ഷഹാദത്ത് കലിമ ചൊല്ലിയിരിക്കുക, ഓനെ പിറ്റേന്ന് ഹജ്ജിനും ഉംറക്കും കൊണ്ടുപോകലല്ല, ഓനെ ദീൻ പഠിപ്പിക്കാനുള്ള സംവിധാനമാക്കല. അർക്കമിന്റെ വീട് തെരഞ്ഞെടുത്തു, എന്നിട്ട് ആ വീട്ടിൽ വന്നിട്ട് ഒഴിവുള്ള സമയത്തൊക്കെ ഇവിടെ വരികയെന്ന് പറഞ്ഞു. നമ്മൾ ആലോചിക്കുന്ന ആദ്യത്തെ ശക്തമായ പരസ്യ പ്രബോധനം കൊണ്ട് പ്രവാചകൻ ഏതാണ്ട് 30ഓളം സഹാബികളെ കിട്ടി. ഏതാണ്ടാണ് ചരിത്രം പറയുമ്പോൾ അങ്ങനെ കൃത്യമായി കണക്ക് പറയാൻ കഴിയില്ല. 30ഓളം സഹാബികൾ. 2 വർഷം അല്ലെങ്കിൽ 4 വർഷം എന്ന് പറഞ്ഞു ചില പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ. അതിനുശേഷം നോക്കുമ്പോൾ പ്രവാചകന്റെ കൂടെയുള്ള സഹാബികൾ എണ്ണം എത്രയെന്നറിയോ? 30-40ഓളേ ഉള്ളൂ. ആദ്യത്തെ ശക്തമായ പരസ്യ പ്രബോധനം കൊണ്ട് ഒരു 30 സഹാബികളെ കിട്ടിയിട്ട് പിന്നെ പ്രബോധനം നിർത്തിയിട്ടൊന്നുമില്ല, മിണ്ടാണ്ടിരുന്നുണ്ട്. പക്ഷെ കിട്ടുന്ന എണ്ണം വളരെ കുറവാ, ഒരു 5-8 പേരായിട്ട് അധികരിച്ചുള്ളൂ. എന്നിട്ട് ഈ 2-3 വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ യാത്രയിൽ പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും ഹംസയും ഒക്കെ ഇസ്ലാമിലേക്ക് വരുന്നൊരു കാലഘട്ടം ഉണ്ടായി. അന്നൊരു നാൾ പ്രവാചകൻ ചെയ്തൊരു തീരുമാനമുണ്ട്, വളരെ രസകരമാണ് ചരിത്രത്തിൽ. അർക്കമിന്റെ വീട്ടിൽ നിന്ന് ഇവർ 2 ലൈനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഒരു ലൈനിന്റെ തലക്കൽ ഹംസയും ഒരു ലൈനിന്റെ തലക്കൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ചരിത്രമോ നമ്മുടെ നാട്ടിലെ പ്രകടനത്തിന് തുല്യമായതൊന്ന് പഠിച്ചുണ്ടാക്കൊന്നുമല്ല, ഇത് ചരിത്രമാണ് ഈ പറയുന്നത്. ഇവർ 2 പേരുടെ കയ്യിലും വാള് കൊടുത്തു. ബാക്കിയുള്ള സഹാബികൾ 2 ലൈനായി ഇവരെ പിറകിൽ നിന്ന്. നടുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുദ്രാവാക്യമൊന്നുമില്ല, ശാന്തരായി അവർ അർക്കമിന്റെ ആ വീട്ടിൽ നിന്ന്, സഫാ കുന്നിന്റെ അങ്ങേ സൈഡിലായിരുന്നു, ഹറമെന്ന് നോക്കിയാൽ കാണൂലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഇറങ്ങി വന്നു. കുറേശ്ശി പ്രമാണിമാർ മുഴുവൻ കഅബയുടെ സമീപത്തിരിക്കുന്നുണ്ട്. അവിടെ വന്ന് ശാന്തരായി അന്ന് പഠിപ്പിച്ച രീതിയിൽ ഒരു നിസ്കാരം നിസ്കരിച്ചു പോലെ, എന്നിട്ട് ഒരാൾ തിരിച്ചുപോയി. അതൊരു മുന്നറിയിപ്പായിരുന്നു. ഞാൻ തയ്യാറായിരിക്കുന്നു, എൻ്റെ അനുയായികളും തയ്യാറായിരിക്കുന്നു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതിശക്തമായ പ്രബോധനത്തിന്റെ നാളുകളാണ് എന്ന മുന്നറിയിപ്പായിരുന്നു. എന്താണ് താൻ വന്ന ദൗത്യം, എന്താണ് തൗഹീദ്, എന്താണ് ആഖിറത്ത്, എന്താണ് റിസാലത്ത്, വഹി എന്താണ് ജീവിതം, എന്താണ് ഇസ്ലാമിക, ഇത് മുഴുവൻ ഈ 40 എണ്ണത്തെ ശരിക്കും ചൊല്ലിപ്പഠിപ്പിച്ചു 2-3 വർഷങ്ങൾ കൊണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ പറയുക, ഇവരുടെയൊക്കെ അന്ത്യം എവിടെയായിരുന്നു, ഇവരുടെ ജീവിതം എന്തായിരുന്നു? വിവിധ രീതിയിലുള്ള പ്രയാസഘട്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തരണം ചെയ്തപ്പോൾ ഈ 40 പേരും പ്രവാചകന്റെ കൂടെ ഉണ്ട്. ഒരൊറ്റ ഒരുത്തൻ പ്രവാചകനെതിരായിട്ടൊരു വാക്ക് പോലും മിണ്ടിയില്ല. ഇവരിൽ ഭൂരിഭാഗം പേരും യുദ്ധക്കളത്തിൽ ഷഹീദാവുക ചെയ്ത്.
അതൊന്നുമല്ല നമ്മുടെ വിഷയത്തിന്റെ പ്രശ്നം. ഇവരുടെ ചരിത്രമുണ്ട്, ആളുകളുടെ പേര്. അതിലൊരു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ് 55 വയസ്സ് കഴിഞ്ഞൊരു സഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ 40ഓ 45ഓ നിൽക്കുന്നവരാ. ബാക്കി എല്ലാം ചെറുപ്പക്കാരായിരുന്നു. എല്ലാം. ഇതൊരു വലിയ അത്ഭുതമാണ്. പ്രവാചകന്റെ പ്രബോധന പ്രവർത്തനത്തെ ആദ്യമായി സപ്പോർട്ട് ചെയ്യുകയും പ്രവർത്തന രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തവരിൽ ഭൂരിഭാഗവും സഹാബികളും യുവാക്കളായിരുന്നു. അവർക്കേ അതിന് തന്റെ ഇടം ഉണ്ടായുള്ളൂ. ആ യുവാക്കളെയാണ് പ്രവാചകൻ കൊണ്ടുവന്ന് നിരത്തിയത്. ആ യുവാക്കൾ മുഴുവൻ ശുഹദാക്കളായി പിന്നീട് ഭൂരിഭാഗം പേരും. ആ യുവാക്കൾ ഒരിക്കലും പ്രവാചകനെ എതിർത്ത് പറഞ്ഞില്ല. ആ നിലക്കാൻ ചെയ്തു വന്നു. ഇനി നോക്കൂ, നിങ്ങൾ ആ യുവത്വം, നമ്മളൊക്കെ ഇപ്പോൾ ഒരു നാട്ടിലേക്ക് ഒരു ഖതീബിനെ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ പറയാ, വയസ്സായ ആളായിക്കോട്ടെ അല്ലേ. ഒരു നേതാവിനെ നിശ്ചയിക്കണമെങ്കിൽ നമ്മൾ പറയും വയസ്സായിക്കോട്ടെ. എന്തിനും? എവിടുന്ന് വന്നു ഈ ധാരണ? മദീനയിൽ നിന്ന് ഏതാനും പേർ അൻസാരികൾ എന്ന് നമ്മൾ ചരിത്രത്തിൽ പിന്നീട് വായിക്കുന്ന നമ്മുടെ മഹാന്മാരായ പൂർവികന്മാർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി കരാറാക്കിയപ്പോൾ അവർക്ക് ദീൻ പഠിപ്പിക്കാൻ ആളെ പറഞ്ഞയക്കണം. ആരെയാ പറഞ്ഞയച്ചത്? നിങ്ങൾക്കറിയാം ആ സഹാബിയെ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. 30-ൽ താഴെ വയസ്സ്, കൃത്യമായി പറഞ്ഞുകൂടാ, യുവാവാണ്. കൃത്യമായൊരു യുവാവ്, നല്ല ചോരത്തിളപ്പുള്ള യുവാവ്. അള്ളാഹു വലിയൊരു ഭാഗ്യമാണ് ആ മഹാനെ നൽകിയത്. 12-13 വർഷം കൊണ്ട് മക്കയിൽ സംഭവിക്കാത്ത, പ്രവാചകനെ നിസ്സാരമാക്കുകയല്ല ഞാൻ, അസ്തഗ്ഫിറുല്ലാഹ്, മക്കയിൽ സംഭവിക്കാത്ത മാറ്റം ഒരു വർഷം കൊണ്ട് മദീനയിൽ ഉണ്ടായി. ആ മനുഷ്യൻ അള്ളാഹു കൊടുത്തൊരു നിഅമത്താണ്, ബർക്കത്താണ്. പിറ്റത്തെ വർഷം അവർ മദീനയിൽ മക്കയിൽ ഹജ്ജിന് വരുമ്പോൾ പ്രവാചകനോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? പ്രവാചകരെ, ഇസ്ലാം ഇല്ലാത്തൊരു വീടും മദീനത്തില്ല, ഒരു വീട്ടിൽ ഒരു മുസ്ലിമെങ്കിലും ആയ ആളുണ്ട്. പറഞ്ഞയച്ചത് ഈ പയ്യനെ, ഈ യുവാവിനെയാ. മദീനക്കാർ പറഞ്ഞ ഒരു വയസ്സായ ആളെ പറഞ്ഞയച്ചാൽ ഞങ്ങൾക്ക് ഇമാമത്ത് വെക്കാൻ പറ്റുന്ന ഈ ചുറുചുറുക്ക് ഉപയോഗപ്പെടുത്തട്ടെ എന്നാ. യമനിലേക്ക് പറഞ്ഞയക്കേണ്ടി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. നബിക്ക് പോകാൻ കഴിയില്ല, യമൻ തൊട്ടടുത്ത പ്രദേശമാണ്. പറഞ്ഞയച്ചത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ. രണ്ടാളും ചോര തിളക്കണ പ്രായത്തിലാ പറഞ്ഞയച്ച്. രണ്ടെണ്ണത്തിനെ പറഞ്ഞു വിട്ടു അങ്ങോട്ട്. ഇനി മക്ക ജയിച്ചടക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റ 8-ാം വർഷം. പ്രായമുള്ള സഹാബികളുണ്ട് ഈ കൂട്ടത്തില്. മുഹാജിറുകൾ അൻസാരികളെ കൂടി പ്രവാചകൻ പറഞ്ഞു നോക്കുക, ഒരു അൻസാരിയോട് ഇനിമേൽ താൻ മക്കയിൽ താമസിച്ച് ഇവിടെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ സമ്മത വല സ്വീകരിക്കും. മക്കയിലുള്ള ഒരു സഹാബിയോട്, പ്രായമുള്ള ഒരു സഹാബിയോട് താനാണ് ഇവിടെ നേതൃത്വം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഗവർണറാക്കിയതെന്നറിയോ? അന്ന് ഇതാബ് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു 20 വയസ്സേ ഉള്ളൂ. 20 വയസ്സ് പ്രായമുള്ള സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് പ്രവാചകൻ തരം 20 വയസ്സുള്ള നല്ല ചോര തിളക്കുന്ന ബുദ്ധി പ്രവർത്തിക്കുന്ന ഇതാബ് ബിൻ ഉസൈദിനെ തെരഞ്ഞെടുത്ത് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവാണ്. ഈ നാട് എനിക്കറിയോ? ഒരു പ്രവാചകന്റെ നിനക്കറിയാം ഞാൻ ഏത് നാടാണെന്ന് ഏൽപ്പിച്ചു പോകണത്? അള്ളാന്റെ ഭൂമി മക്കയാണിത്. ഈ മക്കയിൽ ഞാൻ അവിടെ നിൽക്കേണ്ടത്. പക്ഷെ ഞാൻ അവിടെ നിൽക്കില്ല. കാരണം ഞാനും അൻസാരികൾ തമ്മിലൊരു കരാറുണ്ട്. ഒരു കാലത്ത് മക്ക ജയിച്ചാൽ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. അതുകൊണ്ട് എനിക്ക് വാക്ക് തെറ്റിക്കാൻ വയ്യ, ഞാൻ തിരിച്ചു പോവാണ്. ഞാനില്ലാത്ത മക്കയിൽ എനിക്ക് പകരക്കാരനായി ചെറുപ്പക്കാരാ നീ നിൽക്കണം. ആരെങ്കിലും മുറുമുറുത്തു? ആരെങ്കിലും മറുത്തു പറഞ്ഞു? ഇല്ലല്ലോ. സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി ജീനിയസ് ആണ്. അതിനപ്പുറം എന്തോ ആണ്. 15 ദിവസം കൊണ്ട് സുറിയാനി ഭാഷ പഠിച്ച് പ്രവാചകനെ സഹായിച്ച വ്യക്തി. ഈ അനന്തരാവകാശ നിയമത്തിന്റെ ഒരു പിന്നെ എല്ലാമായിരുന്നു. ആർക്കെങ്കിലും ദായക്രമത്തിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ സെയ്ദിനോട് ചോദിച്ചാൽ മതി എന്നാ പ്രവാചകൻ തന്നെ പറയാറ്. ചെറുപ്പം പ്രവാചകന്റെ ഏറ്റവും വലിയ എന്താ പറയേണ്ടത്, പിന്നെ ഏറ്റവും വലിയ ഈ തരത്തിൽ വിജ്ഞാനപരമായ വിഷയങ്ങളിൽ ഏറ്റവും അധികം പിന്തുണച്ചിരുന്ന സഹാബി. പിന്നീട് നാം അദ്ദേഹത്തെ കാണുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ പകർത്തി എഴുതാനുള്ള ഉത്തരവാദിത്വം, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലഘട്ടത്തിൽ ഖുർആൻ കോപ്പി എടുക്കുമ്പോൾ അത് ആ ടീമിന്റെ ഉത്തരവാദിത്വം ഒക്കെ ഏൽപ്പിച്ചത് ഇദ്ദേഹത്തെയാണ്. പ്രായമാകുന്നുണ്ട് പിന്നീട്. പക്ഷേ പ്രവാചകന്റെ കാലഘട്ടത്തിലെ അവസ്ഥ ആലോചിച്ച് നോക്കും നിങ്ങൾ. സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിന് പോകാൻ ആലോചിച്ചൊരു സന്ദർഭമുണ്ട്. അപ്പോ മക്കത്ത് നിന്നൊരു കൂട്ടം ആളുകള് ബദറിലെ യുദ്ധത്തിലെ പരാജയം പൂളി തീർക്കാൻ വേണ്ടി പുറപ്പെടുന്നുണ്ടെന്ന് വിവരം കിട്ടി. പോലെ അങ്ങനെ പറഞ്ഞു, നമുക്ക് അടുത്ത കൊല്ലം ബദറിന്ന് കാണാം. ആട്ടെ, ഞങ്ങൾ നോക്കാന്ന് നബി പറഞ്ഞു, വിരോധമില്ല. അപ്പൊ ഈ വിവരം മദീനത്ത് വന്നപ്പോൾ സഹാബികളുമായി കൂടി ആലോചിച്ചു സാധാരണ പോലെ. അപ്പൊ പ്രായമുള്ള സഹാബികളൊക്കെ പറഞ്ഞു വന്നപ്പോ അങ്ങനെ ഉണ്ടായിപ്പോയതാണ്. അവര് പറഞ്ഞു, നമ്മൾ ഇവിടുന്ന് പുറത്തേക്കൊന്നും പോകണ്ട, വരികയാണെങ്കിൽ വരട്ടെ, മദീനത്തേക്ക് ഒരു വരട്ടെ, ശത്രു വരട്ടെ, നമുക്ക് ഇവിടുന്ന് എതിരിടാം എന്ന് പറഞ്ഞു. ചെറുപ്പക്കാര് പറഞ്ഞു, അത് ബുദ്ധിയുള്ള പ്രവാചകരെ, നമ്മുടെ അത്താണി, നമ്മുടെ കേന്ദ്രം മദീനയാണ്. ശത്രു ഇതിൻ്റെ ഉള്ളിൽ കടക്കാൻ നമ്മൾ അനുവാദം കൊടുത്താൽ എങ്ങനെ വന്നാലും ശത്രുവിന് ലാഭം ഉണ്ടാവുള്ളൂ, നഷ്ടം നമുക്ക് ഉണ്ടാവുക. അതുകൊണ്ട് മദീനത്തേക്ക് കടക്കാൻ സമ്മതിക്കരുത്. മദീനയുടെ പുറത്ത് വെച്ച് നമ്മൾ തടുക്കണം. നമ്മൾ ബദർക്കൊന്നും പോകണ്ട, മദീനയുടെ പുറത്ത് വെച്ച് തടുക്കണം എന്ന് പറഞ്ഞു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചിട്ടു, ശരി ചെറുപ്പക്കാർ പറഞ്ഞതാ ശരി, മദീനത്ത് നിന്ന് പുറത്തു പോകണമെന്നാണ്. ഒരു 5-6 കിലോമീറ്റർ നമ്മുടെ ഭാഷയിൽ പറയാണ് പുറത്തേക്ക്, ഉഹുദിലേക്ക്, ഉഹുദ് മലയുടെ അരികത്ത് പോയി നിൽക്കുക, അവിടം വരെ വന്നാൽ മതി അവരെന്ന്. അതൊരു വിഷയമായി പ്രായമുള്ളവർക്ക്. മുതിർന്ന ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, വിരോധം കൊണ്ടല്ല, ഒരു ചിലർക്കൊക്കെ ഒരു ഇഷ്ടക്കേട്, ഞങ്ങൾ പ്രായമുള്ളവർ പറഞ്ഞ് കേൾക്കാതെ ഇപ്പൊ ചെറുപ്പക്കാരെ വർത്താനാ കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ചിലർ. ഈ അവസരം കപടവിശ്വാസികൾ ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല ഇഷ്യൂ ആക്കി. 1000-ഓളം ആൾക്കാരെ പുറപ്പെട്ടത്, 300 ചില്ലാനും ആൾക്കാർ ഒരു വഴിക്കെന്ന് പറഞ്ഞ് തിരിച്ച് മടക്കി പോകുന്നവര്. എങ്ങനെ ഇവർക്ക് ജയിക്കാൻ സാധിച്ചത്? മുനാഫിക്കുകൾക്ക് ചിലർക്ക് മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നു, എന്താ ഇപ്പൊ ഇത് മുതിർന്ന ഞങ്ങൾ അഭിപ്രായം സ്വീകരിക്കാതെ കുട്ടികളുടെ അഭിപ്രായം സ്വീകരിച്ചു പോണത് എന്ന് നേരത്തെ മനസ്സിൽ തോന്നിയ മനുഷ്യരല്ലേ, തോന്നിയ ആളുകളെ ശരിക്കും ഇവർ ദുരുപയോഗം ചെയ്തു, അങ്ങനെ തിരിച്ചു പോന്നു. ഉഹുദിലേക്കുള്ള യാത്ര ശരിക്കും യുവാക്കളെ താല്പര്യം തന്നെ പരിഗണിച്ചിട്ടായിരുന്നു. അതാണ് ശരി എന്നതാണ് നമുക്കും ബോധ്യം. കേന്ദ്രം നശിപ്പിക്കാൻ കാത്തിരിക്കരുത്, വഴിയിൽ വെച്ച് തടയണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മരിക്കാൻ നേരത്ത് നബി ഒരു യുദ്ധയാത്ര നിർത്തിവെച്ചു അല്ലേ? എവിടേക്ക്? സിറിയയുടെ ഭാഗത്തേക്ക്, റോമാ സാമ്രാജ്യം. കാരണം അവിടേക്ക് നമ്മൾ പോവേണ്ടി വരും എന്നതാണത്. ആ സൈന്യത്തിന് നേതൃത്വം ഏൽപ്പിച്ചത് അറിയാം നിങ്ങൾക്ക്, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. 18 വയസ്സേ ഉള്ളൂ. ഈ 18 വയസ്സായ സഹാബിയുടെ സർവ്വ സൈന്യാധിപത്യത്തിൽ വേണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ ചെറുപ്പക്കാരും യുദ്ധത്തിന് പോകാൻ. ആർക്കോ ചിലർക്ക് ഇങ്ങനെ ചിലർ ഇഷ്ടക്കേട് പോലെ തോന്നിയത് നബി അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഉസാമിന്റെ ബാപ്പാനെ ഞാൻ മുമ്പ് ഒരു സൈന്യത്തിന് നിയോഗിച്ചിരുന്നു, അറിയാലോ, മൂത്ത യുദ്ധത്തിന്, പിന്നെ സെയ്ദ് ബിൻ ഹാരിസയെ. അന്നും ചിലരൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. പക്ഷേ സെയ്ദ് അതിന് യോഗ്യനായതുകൊണ്ടാണ് സെയ്ദിനെ പറഞ്ഞയച്ചത്, ഉസാം അതിന് യോഗ്യനായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞയച്ചത്. അതാണ് നമ്മുടെ പ്രവാചകൻ. തനിക്ക് പോവാൻ, ഹജ്ജിന് പോവാൻ കഴിയാതെ വന്നു ഹിജ്റ 9-ാം വർഷം. അന്നേരം ഹജ്ജിന് നേതൃത്വം കൊടുക്കാൻ തെരഞ്ഞെടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. പ്രായമുള്ള, പക്വതയുള്ള, എല്ലാം തികഞ്ഞ സഹാബിയെ പറഞ്ഞയച്ചു. അബൂബക്കർ താങ്കൾ പോകണം പിന്നെ ഈ ഹജ്ജിന്റെ യാത്ര നയിച്ചുകൊണ്ട്. ഒരു യുദ്ധത്തിന്റെ യാത്ര വന്നപ്പോ പ്രായമോ വയസ്സോ അല്ല തെരഞ്ഞെടുത്തത്, അതിനുള്ള യോഗ്യത, അതിനുള്ള ധീരതയും യുവത്വവും ആ യുദ്ധ പാഠവുമാണെന്ന് തിരിച്ചറിഞ്ഞ പ്രവാചകൻ അതിന് തെരഞ്ഞെടുത്തത് വെറും 18 വയസ്സുള്ള, നിങ്ങൾ പറ കേൾക്കാൻ സുഖമുണ്ട്, 18 വയസ്സായ ഒരു ചെക്കന്റെ കൂടെ, ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒരു സൈന്യത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടം എന്താവും? ഈ ചെക്കനെ കിട്ടിയുള്ളൂ, വേറെ ആരെയും കിട്ടിയില്ലേ അല്ലേ? പക്ഷെ പ്രവാചകന്റെ തീരുമാനം അതായിരുന്നു. അപ്പൊ യുവത്വത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും അവരെ അഭിപ്രായങ്ങളെ വിലവെക്കുകയും ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീങ്ങിയത് എന്നാണ് ചരിത്രത്തിന്റെ ഹദീസുകളുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനിയും തീർന്നത് സഹാബികളുടെ ഭാവം അങ്ങനെ തന്നെയായിരുന്നു നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് ചിലത് ഓർമ്മിക്കാലോ ചില സമയത്ത്. ഹമ്മല എന്ന സഹാബിയെ നിങ്ങൾ മറക്കൂല റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിച്ചത് മലക്കുകളാണ്. അതെന്താ നമ്മൾ മറക്കുന്നത്? പലപ്പോഴും ക്ലാസ്സുകളിൽ ചരിത്രത്തിന്റെ കൂടെ പോകണമെന്ന് തോന്നാഞ്ഞിട്ടല്ല, പക്ഷേ സമയത്തെപ്പറ്റി പേടിച്ചിട്ടാ. ഹമ്മല റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു, ഹമ്മലയെ മലക്കുകൾ ജനാസ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടു. അതെന്തേ പ്രവാചകരെ, ഷഹീദിനെ കുളിപ്പിക്കേണ്ടയില്ലല്ലോ? അതോ അദ്ദേഹം ഇന്നലെ മിനിയാന്ന് വിവാഹിതനായിട്ട് ഭാര്യയുമായി ബന്ധപ്പെട്ട് ജനാപത്തുകാരനായിട്ട് കുളിക്കാൻ നേരം കിട്ടും മുമ്പാണ് ഉഹുദിലേക്ക് പോകണം എന്നുള്ള എൻ്റെ ഉത്തരവ് കേട്ടത്. അപ്പൊ കുളിക്കാൻ നിൽക്കാതെ അദ്ദേഹം ഉഹുദിലേക്ക് പോയതാ. പക്ഷെ അത് അവസാന യാത്രയായി, മരിച്ചു, ഷഹീദായി. അപ്പം ജനാപത്തുകാരനായിക്കൊണ്ടൊരു ഷഹീദിന് ഉയർത്തപ്പെടേണ്ടി വരരുതല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തെ കുളിപ്പിക്കണം. ആ ഉത്തരവാദിത്തം മലക്കുകൾ ഏറ്റെടുത്തു. ചെറുപ്പം എന്ന് പറഞ്ഞാൽ നല്ല ചെറുപ്പം, വിവാഹത്തിന്റെ തുടർന്ന ആളുകൾ. പ്രവാചകൻ പലപ്പോഴും വിട്ടുവീഴ്ച കൊടുക്കാറുണ്ട് ഇവർക്കൊക്കെ, പക്ഷെ ഇവർ സ്വമേധയാ പോയതാ, പിടിച്ചുകൊണ്ടുവരുന്നില്ല, ഇവർ സ്വമേധയാ പോയതാ. അതാണ് ആ യാത്ര. റാഫിയ ബിൻ ഖദീജ റളിയല്ലാഹു അൻഹു, സമറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു, 2 സഹാബികൾ ഉഹദിലേക്ക് പോകാൻ വേണ്ടി ആളുകളൊക്കെ ഇങ്ങനെ തയ്യാറായിരുന്നപ്പോൾ നബി പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് കാണണം ആരൊക്കെയാണ് വരുന്നതെന്ന് അറിയണ്ടേന്ന്. ചെറിയ കുട്ടികൾ, പ്രായമില്ലാത്തവരൊക്കെ നബി ആരും വരണ്ട മക്കളെ എന്ന് പറഞ്ഞു. അതിൽ ഇവർക്ക് 2 പേർക്കും യുവാവെന്ന് വിളിക്കാൻ മാത്രം ആയില്ല, എങ്കിലും പഠിക്കാവുന്ന പാഠമായതുകൊണ്ട് ഞാൻ പറയാം. 15 വയസ്സ് 16 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇവർ 2 പേരോടും പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പോരണ്ട, ജിഹാദ് നിങ്ങൾ പോരാ, മരിക്കാൻ പോകാനുള്ള നിങ്ങൾ വേണ്ട. അങ്ങനെ 2 പേരും മാറിയപ്പോൾ ആരോ പറഞ്ഞു, പ്രവാചകരെ റാഫിയ ഉണ്ടല്ലോ, റാഫിയ ബിൻ ഖദീജ നല്ല അമ്പെയ്ത്തുകാരനാ, പയ്യനാണെങ്കിലും നല്ല കഴിവാണെന്നാണ്, എന്നാ ഓൻ പോരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 2 പേരും കൂട്ടുകാരാ, റാഫിയും സെമ്രയും. അപ്പൊ സെമ്ര പറഞ്ഞു, നിങ്ങൾ റാഫിയനെ കൊണ്ടുപോകില്ലേ, ഞങ്ങൾക്ക് കേൾക്കണോ, ഞാനും റാഫിയും കൂടി ഗുസ്തി കൂടിയാൽ ഞാനാ ജയിക്കുക, ഞാൻ റാഫിയനെ മലർത്തിയടിക്കും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ ഒന്ന് കാണട്ടെ എന്നാണ്. അങ്ങനെ പ്രവാചകന്റെ മുമ്പിൽ വെച്ച് ഈ 2 പേരും കൂടി ഗുസ്തി കൂടി.
പറഞ്ഞ പോലെ തന്നെ സെമ്ര റാഫീനെ മലർത്തി അടിച്ച് തോൽപ്പിച്ചിട്ട് പറഞ്ഞ് കണ്ടില്ലേ പ്രവാചകര്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമറയും പോര്, രണ്ടാളും പോര്. ഇത് എവിടുക്കാ ടൂറല്ല, വിസിറ്റ്, സ്ഥലം കാണാൻ പോവല്ല, യുദ്ധത്തിന്റെ യാത്രയൊക്കെയാണ് ആഗ്രഹിച്ച് കൊതിച്ചിട്ട് കൂടെ വരാൻ ശ്രമിക്കുന്നതെന്ന് അർത്ഥം. അബൂജന്തലിന് നിങ്ങൾക്കറിയാം, റളിയല്ലാഹുവിനെ മറക്കൂല. ആ സഹാബിയെ ആ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നൊരു സഹാബിയത്തിന് കൂടി പറഞ്ഞുതരാം. ഉമ്മു കുൽസൂമിനെ അൽഖമ എന്ന് ഉഖബ എന്ന് പറഞ്ഞ സഹാബിയത്തിനും റളിയല്ലാഹുവിനുമ എന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കുക. ഇത് ഏതാ സംഭവം? അബൂജന്തൽ ഇസ്ലാമായി, പക്ഷേ പലായനം ചെയ്യുമെന്ന് പേടിച്ച് മാതാപിതാക്കൾ വീട്ടു തടങ്കലിൽ ബന്ധിച്ചിട്ടതാ ചങ്ങലയില്. ഉമ്മു കുൽസൂമിനി അങ്ങനെ തന്നെയാ. ഈ സമയത്താണ് ഹിജ്റ 6-ാം വർഷം ഹുദൈബിയ സന്ധി നടക്കുന്നു എന്ന് അറിഞ്ഞത്. അവർക്ക് സന്ധി എന്ന് പറയും, പ്രവാചകനും കൂട്ടരും മദീനത്തിൽ നിന്ന് മക്കത്തെത്തി എന്ന് കേട്ടപ്പോ ഈ ചങ്ങലകൾ പൊട്ടിച്ചവർ പ്രവാചകന്റെ സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകർ എന്നെ കൊണ്ടുപോകണോ, എന്നെ രക്ഷിക്കണോ, എനിക്ക് മദീനത്തേക്ക് വരണം, പക്ഷെ ഇവരെന്നെ വിടുന്നില്ല, എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. വ്രണവും ചങ്ങലയും ഒക്കെ ആയിട്ടാണ് വല്ലാത്തൊരു അവസ്ഥയിലായി സഹാബി വന്നു നിൽക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. എന്താ കരാറിൽ ഒരു ഉപാധി എന്നറിയോ? ഈ കരാർ ഒപ്പിട്ടതിന്റെ പിറകെ ഇനി ഒരാൾ മക്കയിൽ നിന്ന് മുസ്ലിമായി മദീനത്തേക്ക് വന്നാൽ അയാളെ സ്വീകരിക്കരുത്, തിരിച്ചയക്കണം. എന്നാൽ മദീനയിലെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇസ്ലാം മതം മാറി മക്കത്തേക്ക് വരികയാണെങ്കിലോ തിരിച്ചയക്കൂല്ല. അത് ഒപ്പിട്ട് കൊടുത്തു പ്രവാചകൻ. ഈ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അബൂജന്തൽ എന്ത് ചെയ്യാനാ, കരാർ ഒപ്പിട്ടു. കരാർ പ്രകാരം ഈ നിമിഷത്തിന് ഒരു അല്പനിമിഷം മുമ്പ് നിങ്ങൾ വന്നിരുന്നെങ്കിൽ കൂട്ടാമായിരുന്നു. ഈ സഹാബിയുടെ ആലോചിച്ചു ആറ്റുനോറ്റ് കൊതിച്ചു വരിക നബിനെ കാണാൻ, എന്നെ കൂട്ടി. പക്ഷെ പ്രവാചകന് വാക്കിന് വിലണ്ടല്ലോ, അത് തെറ്റിച്ചില്ല. തിരിച്ചു പോകണം എന്നാണ് അദ്ദേഹത്തോട്. സമയം വരും, നിങ്ങൾക്ക് സബൂറാക്കാനേ പറ്റും, സബൂറാണ് ഈ തടിമിലൊക്കെ കാണുന്നത്, ചങ്ങലയാ മേലൊക്കെ. അങ്ങനെ അദ്ദേഹം കുടുംബക്കാരെ കൂടെ തിരിച്ചുപോയി. പോകുന്ന വഴിയിൽ അദ്ദേഹം ആലോചിച്ചു, അല്ല ചെറുപ്പാ, ചോര തിളക്കേണ്ട പ്രായ, അതാ ഈ സബൂറിന്റെ ശക്തി മുഴുവൻ. ഞാൻ നബിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, വേറെവിടേക്കെങ്കിലും പോകാലോ. ഓടി, കുടുംബക്കാരെ വിട്ട് അദ്ദേഹം ഓടി. എന്നിട്ട് മക്കയുടെയും മദീനയുടെയും ഇടയിൽ ഏതാണ്ട് കടൽക്കരയോട് തന്നൊരു സ്ഥലത്ത് പോയിട്ട് തമ്പടിച്ചു. എന്നിട്ട് കരാർ തെറ്റിച്ചിട്ടില്ലല്ലോ, മദീനത്തേക്ക് പോയെങ്കിലല്ലേ തിരിച്ചയക്കട്ടുള്ളൂ. ഞാൻ മദീനത്തേക്ക് പോകില്ല, മക്കയിൽ പോയാലല്ലേ ജയിലെടുക്കാൻ, മക്കത്തും പോകില്ല. ഇത് അദ്ദേഹം ഒരു മാതൃക കാണിച്ചു. പിന്നെ എന്തായെന്നറിയോ? ഈ കരാർ നിലനിൽക്കുന്നിടത്തോളം കാലം മക്കയിൽ നിന്ന് പലായനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സഹാബികൾ ഓരോരുത്തരായി അബൂജന്തലിന്റെ കൂടെ പോയി കൂടി. അവസാനം ഹിജ്റ 8-ാം വർഷം മക്ക ജയിച്ചടക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ അവിടെ നിന്ന് മദീനത്തേക്ക് വരികയും ചെയ്തു. ഈ അബൂജലിന്റെ പ്രായമാണ് എനിക്കുള്ള പ്രശ്നം. ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത് യുവത്വം, ഈമാനിന്റെ അങ്ങേയറ്റം. ഇതേ അവസ്ഥയാണ് ഉമ്മു കുൽസൂമിനുണ്ടായിരുന്ന അവസ്ഥ. അവർ അവിവാഹിതയാണ്, യുവതിയാണ്. മുസ്ലിം ആയതിന്റെ പേരിൽ ബന്ദിയാക്കി നിർത്തിയിട്ട് ഇതേ അവസ്ഥയിൽ വന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രവാചകൻ ഹുദൈബിയ വിടുന്നതിന് മുമ്പ്. അപ്പൊ ഈ പെണ്ണിനെ ഈ വീട്ടിലേക്ക് തിരിച്ചയച്ചാൽ അബൂജന്തലിനെ പോലെ പലായനം ചെയ്യാനൊന്നും ഒരു പെണ്ണിന് കഴിയില്ല. അള്ളാഹുവിന്റെ വചനം അവതരിച്ചിട്ട് പറഞ്ഞു, ഇദാ ജാഅകുൽ മുഅ്മിനാത്ത് ഫലാ വഇൻ അലിംതുമുന മുഅ്മിനാത്തിൻ ഫലാ തർജൂനൽ കുഫാർ. ഈ പറഞ്ഞിരിക്കുന്ന ഹുദൈബിയ സന്ധിയിലെ വിധി ആണുങ്ങൾക്ക് മാത്രം ബാധകമാണ്. നേരെ മറിച്ച് ഒരു പെണ്ണ് മുസ്ലിമത്തായി മക്കയിൽ നിന്ന് വന്നാൽ അവളെ നിങ്ങൾ തിരിച്ചയക്കരുത്, കാരണം അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവളെ നിങ്ങൾ തിരിച്ചയക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയുടെ വിഷയത്തിൽ മാത്രമായിക്കൊണ്ട് സൂറത്തുൽ മുംതഹിനിൽ ആയത്ത് അവതരിക്കുകയും ചെയ്തു. ആ പറയുന്ന വാചകം എന്താ അറിയോ? ഉമ്മു കുൽസൂം എന്ന് പറയുന്ന ഈ സ്ത്രീ യുവതിയായിരുന്നു, അവിവാഹിതയായിരുന്ന ഒരു സമയത്താണ് ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ വീട്ടുതടങ്കൽ അനുഭവിച്ചൊടുവിൽ അള്ളാഹു അവരുടെ മോചനത്തിന് വേണ്ടി വായത്തിറക്കുക വരെ ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. പറഞ്ഞാൽ നീളുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ. ഒന്നുകൂടി പറയട്ടെ. ഞാൻ മുആദ് ബിൻ ഹാരിസ് എന്നും മുഅവ്വിദ് ബിൻ ഹാരിസ് എന്നും പറഞ്ഞ 2 സഹാബികൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവരെ പറ്റി. ഈ 2 ആളുകൾ അൻസാരി കുട്ടികളാണ്, അധികം പ്രായമൊന്നുമില്ല, യുവാക്കളാണ്. ഇവർ ബദർ യുദ്ധത്തിനെ പറ്റി ഇങ്ങനെ കേട്ടപ്പോൾ യുദ്ധമൊന്നുമല്ല, ബദറിലേക്ക് പോകുന്നു കേട്ടപ്പോൾ യുദ്ധം വേണ്ടി വന്നതാണല്ലോ. പിന്നീട് അവർ പുറപ്പെട്ടു. ഇവര് അബൂജഹലിനെ പറ്റിയൊക്കെ കേട്ട് ഇവർ അബൂജഹലിനെ കണ്ടിട്ടേയില്ല. അങ്ങനെ ബദർ യുദ്ധത്തിന്റെ രണാങ്കണ സംഭവം നടക്കുന്നുണ്ട്. ഈ 2 അൻസാരി പയ്യന്മാർ, യുവാക്കൾ പറയുന്നൊരു വാക്ക്, നിങ്ങൾ ആരെങ്കിലും അബൂജഹലിനെ കണ്ടാന്ന് കാണിച്ചു തരുന്നേ. ഇവരാകെ കൂടി യുദ്ധത്തിന് വന്നിരിക്കുന്നത് ഞങ്ങളെ പ്രവാചകനെ ഇത്രയധികം ദ്രോഹിച്ച ഒരു ദുഷ്ടൻ അബൂജഹൽ എന്ന് പറയുന്ന ഒരുത്തൻ മക്കത്തുണ്ടെങ്കിൽ അവനെ നശിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളെ ദൗത്യമാണ്. ഞങ്ങളോട് ഒന്നും ചെയ്തില്ല, പക്ഷെ ഞങ്ങൾ നബിനെയും ഞങ്ങൾ ഇസ്ലാമിനെയും ദ്രോഹിച്ചിന്, അത് മതി ഞങ്ങൾക്ക്. അപ്പൊ വളരെ രസം തോന്നി കൂടുള്ള സഹാബികൾക്ക്, നിങ്ങൾ എന്തിനാ മക്കളെ അയാളെ അന്വേഷിക്കുന്നത്, അയാളെ വകവരുത്തല ഞങ്ങളുടെ ദൗത്യത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹ് സഹായിച്ച് അവർ കണ്ടു. അവരാണ് അബൂജഹലിനെ ആദ്യം വെട്ടി വീഴ്ത്തിയത്, തള്ളിയിട്ടത് ഈ 2 പയ്യന്മാരാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് നിങ്ങളുടെ ശ്രമം കൊണ്ടാണ് അബൂജഹൽ കൊല്ലപ്പെടുക. പക്ഷേ അവസാനത്തെ നശിപ്പിക്കൽ മരണത്തിലേക്ക് എത്തിച്ചത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കൊണ്ടാണ്. അന്നേരം അബൂജഹൽ പറഞ്ഞു, കിബറിന്റെ വാക്കുണ്ട്, നിന്റെ കൈ കൊണ്ടാണ് മരിക്കുന്നത്, ഒരു അടിമയായ ഒരുത്തന്റെ വേറെത്തന്റെ കൈ കൊണ്ടാണെങ്കിൽ തരക്കടിയിലിരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവന്റെ കിബർ പോയില്ല. അപ്പൊ ആ അബൂജഹലിനെ നശിപ്പിക്കുക. അപ്പോൾ ഈ കുട്ടികളെ വികാരം നിങ്ങൾ മനസ്സിലാക്കുക. അവരോടൊന്നും ചെയ്തിട്ടില്ല അബൂജഹൽ. തങ്ങളുടെ ദീനിനെ, ഞങ്ങളെ നേതാവിനെ ഇത്രയധികം ദ്രോഹിച്ച ഒരുത്തൻ അവസാനം നിക്കക്കളില്ലാതെ ഇനി നശിപ്പിക്കാൻ വരികയാണെങ്കിൽ അതാണ് ഞങ്ങളുടെ ദൗത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇങ്ങോട്ട് വായിച്ചാൽ സിന്ധിലേക്ക് പ്രബോധനത്തിന് വേണ്ടി വന്ന മുഹമ്മദ് ബിൻ ഖാസിം ആവട്ടെ, ഇമാം ബുഖാരി ആവട്ടെ, പറഞ്ഞു തീർക്കാൻ ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ ഈ ഖുർആൻ ആയത്തുകളുടെ ഈ വിഷയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനങ്ങളും ഈ ചരിത്ര പശ്ചാത്തലവും കൂടി നിങ്ങളെ മുമ്പിൽ വെക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൻ്റെ കൺക്ലൂഷനായി പറയാനാണ്. അതെന്താ വെച്ചാൽ, ഒന്ന്, ഈ ഇസ്ലാമിക നിയമത്തിന്റെ ബാധ്യതകളിലോ വിരോധങ്ങളിലോ ചെറുപ്പക്കാർക്ക് ഒരു വിട്ടുവീഴ്ചയും നൽകിയില്ല. എന്താ അങ്ങോട്ട് അങ്ങനെ സംസാരിക്കണേ? അങ്ങനെ ഒരു ഭാവം ചെറുപ്പക്കാരെ മനസ്സിലുണ്ട് എന്ന് തോന്നുന്നു. ബാക്കിയുള്ളവരങ്ങനെ വകവെച്ച് കൊടുക്കും ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. അത് ചെറുപ്പക്കാർ ലോലാവുമ്പോൾ അങ്ങനൊക്കെ ഉണ്ടാവും, ചെറുപ്പമല്ല അങ്ങനൊക്കെ ഉണ്ടാവും. ഇത് എവിടുന്നാണ് ഈ ദീനി മനസ്സിലാകുന്നില്ല. യുവത്വത്തെ അംഗീകരിച്ച ഈ ദീൻ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വിട്ടുവീഴ്ച നൽകിയതായിട്ടില്ല. അള്ളാഹുവിന്റെ കൽപ്പിച്ച ബാധ്യതകൾ, അള്ളാഹു വിരോധിച്ച വിഷയങ്ങൾ യുവാക്കൾക്കൊരു വിട്ടുവീഴ്ച നൽകിയ ഒരവസരവുമില്ല. അവർ കൃത്യമായും കണിശമായും അത് പാലിക്കേണ്ടവരാണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് പിന്നീട് നന്നാവാന്നൊരു ഭാവമുണ്ട് ചില ആൾക്കാരുടെ അടുത്ത്. ഇപ്പൊ ഹജ്ജിനൊക്കെ പറഞ്ഞാലും ചില ആൾക്കാർ ചിലപ്പം കാര്യമായിട്ട് ചിലപ്പോൾ തമാശയായിട്ട് പറയും, ഇപ്പൊ തന്നെ ഒന്നും പോകണ്ട, അതിനകത്തൊന്നും ഞാൻ ചെയ്തില്ല, മൂപ്പർക്ക് എന്തോ ചെയ്യാൻ ബാക്കിയുണ്ട്, ഹജ്ജല്ല വേറെന്തൊക്കെയോ. അങ്ങനെ ഉണ്ടോ? അങ്ങനല്ല. തനിക്ക് പിന്നീട് നന്നാവാം എന്ന് പറയുന്നൊരു വാചകവും പടച്ചവും പറഞ്ഞ് നന്നായിട്ട് പറഞ്ഞതല്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പിന്നെ സഹോദരന്മാരെ പറ്റി പറഞ്ഞെടുത്ത് പറഞ്ഞു, നമ്മളിപ്പോൾ യൂസുഫിനെ കൊണ്ടുപോയി കിണറ്റിലിടുക, പിന്നെ നമുക്ക് നന്നാവാലോ. റബ്ബ് ഭയങ്കര ഹിക്മത്തുള്ളവനാണല്ലോ, എല്ലാം അവിടെയും ഇവിടെയൊക്കെ പറഞ്ഞു വെച്ചാണ്. ഇതങ്ങനെ ചില സോക്കൾ ആൾക്കാർക്ക് ഉണ്ടാവും. ഇപ്പം കുരുത്തക്കെടിയ പിന്നെ നന്നാവാലോ, വയസ്സ് കാലത്ത് നമുക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങുക വേണ്ട. അതും കൂടെ മനസ്സിലാക്കുക. ഈ വാർദ്ധക്യമാകുന്ന സമയത്ത് ചില ആൾക്കാരെ പറ്റിയൊക്കെ പറയാറുണ്ട്, ആൾ ഒരുപാട് കളി കളിച്ചോൻ എപ്പം വളരെ ആട്ടെ, അപ്പോഴെങ്കിലും നന്നായത് നല്ലത് തന്നെ. അയാൾ നന്നായതാണെങ്കിൽ അൽഹംദുലില്ലാ, പക്ഷെ അയാളെ കൊണ്ട് ആവതില്ലാഞ്ഞിട്ടാണെങ്കിൽ അതിനെ നന്നായെന്ന് വിളിക്കണ്ട. ഇപ്പം മൂപ്പർക്ക് ഒന്നിനും നിവൃത്തിയില്ല, ആവൂല, കുരുത്തക്കെട് കളിക്കാൻ ആവൂല. അപ്പം മൂപ്പര് പള്ളിയിൽ തന്നെയാണ്. അതൊരു നന്മയായി പ്രകൃതിക്കൊന്നും വേണ്ടയില്ല. മാനസാന്തരപ്പെടും ആളുകൾ. എന്നോടൊക്കെ എനിക്കൊരു വയസ്സായ ഒരാളെ ഓർമ്മ വരുന്നു. മഹോദരം വന്ന് വയറിങ്ങനെ വീർത്തിട്ട് അയാൾ മരിക്കാൻ കിടക്കുക, ഈ ലിവറെല്ലാം കേട് വന്നിട്ട്. അപ്പം അയാൾ കാണാൻ പോയപ്പോൾ ഇങ്ങനെ ഒരു പ്രദേശത്ത് ഒരു പള്ളിയൊക്കെ ഉണ്ടായി മാറ്റം വന്നൊരു പ്രദേശത്താണ്. എനിക്കറിയാവുന്ന ഒരാളാണ്, അയാൾ ക്ലാസ്സിലൊക്കെ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ കാണാൻ പോയത്. അപ്പം അയാൾ പറഞ്ഞു, മോൻ എന്നെ കണ്ട് കാര്യമൊന്നും വേണ്ട, ഞാൻ ബോംബെയിലിരുന്ന് കളിക്കാത്ത കളിയൊന്നുമില്ല, കുടിച്ച് എൻ്റെ ലിവറൊക്കെ പോയിണ്. അവസാന കാലത്തെങ്കിലും മാറ്റം വരാനോ പശ്ചാത്തപിക്കാനോ നിസ്കരിക്കാനോ നോമ്പെടുക്കാനോ കുറച്ചൊക്കെ അള്ളാഹ് പടച്ചോനെ എന്ന് വിചാരിക്കാനോ ഒക്കെ ഒരു ഭാഗ്യം ഉണ്ടായി. ആ ഭാഗ്യമായിട്ടാണ് ഞാൻ പോണേ. അതുകൊണ്ട് എനിക്കൊരു ബേജാറുമില്ല. ഇതിനേക്കാളേറെ ഞാൻ വേദനിച്ച അത്രയ്ക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ അതാ ശരിക്കും ഞാൻ അനുഭവിക്കുന്നത് ആ സമയത്തുള്ളത് എന്താ പറഞ്ഞാൽ ആ മനുഷ്യന്റെ മാനസാന്തരപ്പെട്ട മനസ്സിന്റെ അവസ്ഥയാണ്. അയാൾക്ക് കിട്ടിയ ഭാഗ്യമാണത്, കാരണം അവസരം കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ അയാൾ പറഞ്ഞു, എൻ്റെ ഈ കോലം കണ്ടുവന്ന് ബേജാർ, ഇതൊക്കെ ഞാൻ അറിയിക്കുന്നതാ, ഇതിനേക്കാളേറെ ഞാൻ നരകിച്ചു മരിച്ചാൽ അത്രയും അവിടെ പാപം കുറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അത്ര ഞാൻ കളിച്ചിട്ടുണ്ട് ജീവിതത്തിൽ.